കേസ് പോലും കൊടുത്തിട്ടില്ല. മാനം ഉണ്ടെങ്കിലല്ലേ മാനനഷ്ട കേസിന് കേസ് പറ്റുള്ളൂ. പല്ലടിച്ചുകൊണ്ട് അത് മേടിച്ചു. ഇവരെ ചതിച്ചു. ആ സ്ത്രീയെ വിവാഹം വാഗ്ദാനം ചെയ്ത് മതം മാറ്റി കഴിഞ്ഞിട്ട് അയാൾ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല? എന്തുകൊണ്ട് നിക്കാ ചെയ്തില്ല? പണത്തിന് വേണ്ടി മാത്രം അവരെ മതം മാറ്റി കഴിഞ്ഞപ്പോ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ചെയ്തില്ല. ഇത്ര പേരിവിടെ ഈ AP മുഹമ്മദ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം പച്ചയ്ക്ക് യൂട്യൂബിൽ വിളിച്ചു പറഞ്ഞു. KT ജലീല് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞു, പണം വാങ്ങിയിട്ടാണ് സമദാനി മാധവിക്കുട്ടിയെ മാറ്റും, അത് ആദ്യത്തെ ലവ് ജിഹാദ് ആണെന്ന് പറഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും മാനം ഉണ്ടെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കേണ്ടതല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിരീക്ഷകൻ വായമൂടി ഇരിക്കുകയാണ് ബെറ്റർ. അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കുക, അറിയാത്ത കാര്യത്തിൽ ഇടപെടരുത്. പൂച്ചയ്ക്ക് എന്ത് പോന്നിട്ടുള്ള കാര്യം മിണ്ടാതിരിക്കും. ജാമിദ ടീച്ചർ വന്നിട്ടുണ്ട്. സംസാരിച്ചു ഞാൻ അഹമ്മദോട് സംസാരിച്ച വിഷയം. അപ്പൊ പറയാൻ വേണ്ടേ? അപ്പൊ ഞാനാണ് പറഞ്ഞെന്ന് പറഞ്ഞത് എവിടാണ്? ഞാൻ എവിടാ പറഞ്ഞത്? ചാക്കോയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലേ പുസ്തക വിതരണത്തിന്റെ അപ്ലൈ ചെയ്യാൻ വേണ്ടി? അതിലെന്താ പറഞ്ഞിരിക്കുന്നേ? ഓ അങ്ങനെ, ഓ അത് പറഞ്ഞിരിക്കുന്നത് അത് ചാക്കോ പാസ്റ്റർ തന്നെ വെളിവാക്കി തരും. ഓക്കെ. പിന്നെ അല്ല, ചാക്കോ പാസ്റ്റർ ഇപ്പൊ പെടും. ചങ്ങാതി ഞങ്ങളുടെ നീസിസ് പറഞ്ഞില്ലേ, താങ്കളെ ഞാൻ ആ പുസ്തകത്തിനകത്ത് ലവ് ജിഹാദ് മാധവക്കുട്ടിയുടെ പക്ഷെ കേരള നിയമസഭയിൽ പറഞ്ഞ് ചർച്ച ചെയ്തതാ. KM ഷാജിയ നമ്മുടെ ഇദ്ദേഹമായിട്ട് നമ്മുടെ പെരുന്തമണ്ണ MLA ആയിട്ട് അവിടെ വരെ KT ജലീൽ പരസ്യമായിട്ട് പറഞ്ഞ് ഈ ഇത് അത് ലവ് ജിഹാദ് താങ്കൾക്ക് വല്ല ഒന്നും അറിയാം. എന്റെ പുസ്തകം മേടിച്ച് വായിക്കും. കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരെ മനഃപൂർവ്വം അവരെ വളച്ചൊടിച്ച് അവരെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. അവരത് പറഞ്ഞു. ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ എന്നിലേക്ക് പ്രവേശിച്ചു എന്ന് അവരെഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് ഞാൻ തന്നെ പിന്നെ എനിക്ക് അപകർഷതാബോധമുണ്ടായി. ഞാൻ നശിച്ചല്ലോ. പിന്നീട് അവൻ എന്റെ അടുത്ത് നിന്ന് കരഞ്ഞു, നിങ്ങളെ ഞാൻ കെട്ടാമെന്ന് പറഞ്ഞു. ആ പുസ്തകം പോയി വായിക്കണം. എടാ ജോബ് ചെയ്തല്ല, ഗ്രീൻ ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അറിയോ? എന്താ അനുഭവം എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ചുമ്മാ ഇവിടെ വന്നിട്ട് തള്ളിയിട്ടൊന്നും കഥയില്ല. ഞങ്ങൾ പോയത് വായിക്ക്. കേട്ടത് പറഞ്ഞാൽ മതി കള്ളം പറയാൻ, അല്ലെ അറിഞ്ഞത് പറഞ്ഞാൽ മതി കള്ളം പറയാൻ. നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ഒരു കള്ളനോ ഒരാൾ പറയുന്ന കാര്യം സത്യമായിരിക്കണല്ലോ. ഒരാൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണെന്നില്ലല്ലോ. ഇപ്പൊ AP അഹമ്മദിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ വലിയ അറിവുള്ള ഒരാളല്ല. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനെ അവരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ അവൻ വിചാരിക്കുമ്പോ ഞാൻ പറയുന്ന കാര്യം സത്യമായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല. ചില ആളുകളുണ്ട് എന്ത് ചെയ്താലും പ്രതികരിക്കൂല, അപ്പോ കാര്യം മെഴുകും മറ്റുള്ളവർ. ഇതാ സമുദായിക്ക് സംഭവിച്ചാൽ. അവിടെ ഇപ്പൊ കമല് സിനിമ നിർമ്മിച്ചു. ഞാൻ കമലോട് സംസാരിച്ചതാ. അപ്പൊ കമലോട് താങ്കൾ എങ്ങനെയാണ് ആ സിനിമയിൽ ഇത്രയും വലിയൊരു പാതകം ചെയ്തു വെച്ചത്? അത് കമലാസുരയുടെ അനിയത്തി എന്താ ഒരു സ്ത്രീ, അനിയത്തി പറഞ്ഞു എന്ന്. അപ്പൊ അനിയത്തിക്ക് അറിയാവോ? അനിയത്തിക്ക് അറിയില്ല. അനിയത്തിയെ മറ്റുള്ളവര് പറഞ്ഞു കേട്ട് അങ്ങനെ ഓർത്ത് വിശ്വസിക്കുന്നതാ. വസ്തുത അങ്ങനെയൊന്നും അല്ലെന്നേ. കമലാസുരയൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റിയ സ്ത്രീയൊന്നും അല്ല. അവരെ വിലയിരുത്തിക്കൊണ്ട് പുസ്തകം എല്ലാം കൂടെ ആരും വളർന്നിട്ടില്ല. വെറുതെ ഓരോരുത്തർ വർഗീയ വികാരം ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പിടിക്കുന്ന ചില വിഡ്ഢികളായിക്കോട്ടെ നിങ്ങൾക്ക് മാറിപ്പോന്നു. സങ്കടമുണ്ടേ. സങ്കടം ഉണ്ടെങ്കിൽ പോയി കരഞ്ഞു തീർക്കുക. അതായിരിക്കും നല്ലത്. ഇത് നിങ്ങളുടെ ജന്മസ്വഭാവം ജാതി ഗുണം തോത്താൽ പോവില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് നുണ പറയാം. 3 അവസരത്തിൽ നുണ പറയാം. ഇസ്ലാമിനെ വെളുപ്പിക്കാനായിട്ട് നുണ പറയാം, വഞ്ചിക്കാം, ചതിക്കാമെന്ന് നിയമം തന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. ആ ദൈവത്തിന്റെ അടിമകളായ നിങ്ങൾ നുണ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സമദാനി എന്ന് പറയുന്ന MP ഇന്ന് വരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? മാനമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അയാൾ ചെയ്ത പണി ഈ ലോകത്തിൽ ഈ മലയാളം പേപ്പറൊക്കെ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. അവര് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അവരോട് പറഞ്ഞതാണ് മുസ്ലിം ആയാൽ നിക്കാ ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ടാണ് അവര് പോയിട്ട് ചെയ്തത്. അത് ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ അവര് തുടർന്നു. പിന്നെ ലോകമെല്ലാം ഇളകി അവർക്കെതിരെ ആയി കഴിഞ്ഞപ്പോ അവർ ആ രീതിയിൽ തുടർന്നു. പിന്നീട് പിൽക്കാലത്ത് അവർ പല സുഹൃത്തുക്കളോടും ഇങ്ങനെ ഒരു ചതിയായി പോയി, ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരും കുറെ അഭിനയിച്ചു.
മുസ്ലിമായി ചാക്കിനകത്ത് കയറി കഴിഞ്ഞപ്പോ അവരിരുന്നോണ്ട് പറയാൻ തുടങ്ങി, ഇത് വലിയ അങ്ങേയറ്റത്തെ സാധനമാണ്, മാടാണ്, കോടാണെന്നൊക്കെ അവരിരുന്നോണ്ട് പറഞ്ഞു. അവര് ചെയ്ത അബദ്ധത്തെ ഇടയ്ക്ക് കയറരുത്. നിങ്ങൾ സംസാരിച്ചപ്പോ ആരും ഇടയ്ക്ക് കയറി. മാടാണ്, കോടാണെന്നൊക്കെ അവരിരുന്നോണ്ട് പറഞ്ഞത് സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാനും അപകർഷതാ ബോധമൊക്കെ കൊണ്ട് അവർക്ക് തോന്നി. കുറെ കാലം കഴിഞ്ഞപ്പോ മനസ്സിലായത് മഹാചതിയായി പോയല്ലോ എന്ന്. ഒരു പുസ്തകവും വായിക്കാതെ, ഒരു കാര്യവും അറിയാതെ വെറുതെ വന്ന് ഇങ്ങനെ വായ തുറന്ന് ഇങ്ങനെ നിങ്ങളെ പോലെയൊക്കെയുള്ള ആളുകളോട് എന്ത് പറയാൻ? ജാമിദ ടീച്ചർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ജാമിദ ടീച്ചർ പറഞ്ഞു. അല്ല, സമദാനിക്ക് പോലും ഇല്ലാത്ത ഒരു വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ നിരീക്ഷകന്. സമദാനി പോലും നാണമോ മാനമോ ആത്മാഭിമാനമോ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആളത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിയമസഭയിൽ അടക്കം വന്ന ഒരു വിവാദ വിഷയത്തിന് മറുപടി പറയണം. അതല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്തതിൻ്റെ പേരിൽ അയാളൊരു കേസെങ്കിലും കൊടുക്കണ്ടേ? എന്തേ കേസ് പോലും കൊടുക്കാത്തത്? നിരീക്ഷകനോട് സമദാനി പറഞ്ഞോ ഞാനത് ചെയ്തിട്ടില്ല എന്ന്? പ്രണയം മാത്രമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ആത്മാഭിലാഷം. പ്രണയിക്കാൻ വേണ്ടി, പ്രണയിക്കപ്പെടാൻ വേണ്ടി ഏറെ കൊതിച്ച ഒരു എഴുത്തുകാരി. കൃഷ്ണലീലകളെയും ശിവനെയും പാർവതിയെയും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുകയും അവരെ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തിയിൽ ആരാധിക്കുകയും ചെയ്തിരുന്ന കമലാദാസ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ അഭിമാനമായിരുന്ന മാധവിക്കുട്ടി എന്ന സ്ത്രീയെ കമലാ സുരയ്യയാക്കി മാറ്റിയതിൻ്റെ നെറികെട്ട അജണ്ടയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ? അതോ നിങ്ങൾ അഭിനയിക്കുവാണോ? ഇന്നേക്ക് 10-ാം നാൾ നീ എൻ്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണ് എന്ന് പറഞ്ഞിട്ട് തൊടിയിലിട്ട് അവരെ ബലാത്കാരം ചെയ്ത കഥ വെറുതെ അല്ല. കനേഡിയൻ എഴുത്തുകാരിക്കത് മലയാളിയോട് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടായി. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെയും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ചില ആളുകൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ? ചീഞ്ഞളിഞ്ഞ ചില സംസ്കൃതിയുടെ ഭാഗമായിട്ട്. സ്വാമി വിവേകാനന്ദൻ ബംഗാളിയായിരുന്നു. ബംഗാളികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് മത്സ്യം. ഇത് എന്തൊക്കെയാണ്? നിങ്ങൾ ഈ കമലാ സുരയ്യയുടെ വിഷയം പറയുമ്പോഴെല്ലാം പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വിഷയമാണിതൊക്കെ. പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ ലവ് ജിഹാദ് നടത്തിയത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നിരീക്ഷക? 1918 നിങ്ങളൊന്നും അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. മുസ്ലിം ലീഗ് മതേതരവാദികളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുക. പക്ഷേ നിങ്ങൾ ആരും ഈ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കില്ല. ലവ് ആണോ ജിഹാദാണോ? അഥവാ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും അവരെ കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവനും ഇല്ലാതാക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഇസ്ലാം മത രാഷ്ട്രമാക്കാനുമുള്ള ജിഹാദാണോ നടത്തിയത് നിങ്ങൾക്കറിയാമോ? 1999 അബ്ദുസ്സമദ് സമദാനിയേക്കാൾ 25 വയസ്സ് പ്രായമുള്ള, അമ്മയുടെ പ്രായമുള്ള മാധവിക്കുട്ടി എന്ന് വിളിക്കുന്ന കമലാദാസിനെ കമലാ സുരയ്യയാക്കിയിട്ട് അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടിക്കണക്കിന് പണം വാങ്ങിയതിന്റെ തെളിവുകൾ കനേഡിയൻ എഴുത്തുകാരി മെർലി വെസ്ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ അത് ലവ് ജിഹാദ് ആണ് എന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. AP അഹമ്മദ് പറഞ്ഞത് അതല്ല. ഇതൊക്കെ ചെയ്തിട്ട് പോലും ലീഗാപ്പീസ് അയാളുടെ ആപ്പീസിന് നേരെ ഒരു ചെറിയ കല്ലെറിയാൻ പോലും മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരാൾക്ക് ധൈര്യമുണ്ടായില്ല എന്നാ പറഞ്ഞത്. 1918 ഇതേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന തന്നേക്കാൾ 25 വയസ്സ് പ്രായം കുറഞ്ഞ തന്റെ സുഹൃത്തിന്റെ മകളെ ലവ് ജിഹാദ് നടത്തി കല്യാണം കഴിച്ചു, മതം മാറ്റി. കേട്ടിട്ടുണ്ടോ? രത്തൻബായി റൂട്ടി പെറ്റിറ്റ് എന്ന് പറയുന്ന കോടീശ്വരപുത്രിയെ, ടാറ്റ കുടുംബത്തിന്റെ മകളെ മറിയം ജിന്നയാക്കി മാറ്റിയ കഥ. ലവ് ജിഹാദിന്റെ കഥ പറയാൻ തുടങ്ങിയാൽ എമ്പാടുമുണ്ട്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പെറ്റിറ്റ് കുടുംബത്തിലെ അംഗമായിരുന്ന ദിൽഷോ മനക്ജി പെറ്റിറ്റിന്റെ പുത്രനായിട്ടുള്ള സർ ദിൻഷോ പെറ്റിറ്റിന്റെയും പത്നി സില്ല പെറ്റിറ്റിന്റെയും ഏക മകളായ കോടീശ്വരപുത്രിയായിട്ടുള്ള രത്തൻബായി അഥവാ റൂട്ടി പെറ്റിറ്റ്, സില്ല പെറ്റിറ്റിന്റെ പിതാവ് രത്തൻജി. ഇതിന്റെ ഒക്കെ കഥ പറയാൻ തുടങ്ങിയാലേ അതിസമ്പന്നയായിട്ടുള്ള പെണ്ണിനെ തട്ടിയെടുത്തതിന്റെ കഥ ഏറെയുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം കൊടുക്കുന്നതും
1913 ഇവരെ അംഗീകരിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ഒരുപാട് സംഭവ വികാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇത്ര ബോൾഡായിട്ട് വിമർശിക്കുന്നത് വെറുതെ അല്ല. അല്ല, നമ്മളൊരു വിഷയത്തെ കുറിച്ച് പറയുമ്പോ അതെ, ഇവിടെ മോഡ് ചെയ്യാൻ മോഡറേറ്റേഴ്സ് ഉണ്ട്. നിരീക്ഷകനും ഞാനും ഒക്കെ ഇവിടെ വന്ന വെറും സ്പീക്കേഴ്സ് മാത്രമാണ്. നമ്മള് ഇവിടെ മോഡ് ചെയ്യാൻ ആളുണ്ടല്ലോ. നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഈ അസഹിഷ്ണുത? നിങ്ങൾ എന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? അപ്പൊ ഇവർക്ക് ഇതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ യാഥാർത്ഥ്യം, മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള നെറികേടുകള്, ഇവര് കാണിച്ചിട്ടുള്ള ലവ് ജിഹാദിന്റെ കഥകള്, ഈ രാജ്യം വിഭജിക്കുന്നതിനു വേണ്ടി ഇവര് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളുടെ അലയൊലികളൊക്കെ അന്നും ഇന്നും എന്നും ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അന്ന് 25 വയസ്സിന് മൂത്തതായിരുന്നെങ്കിൽ അതിനു മുമ്പ് 25 വയസ്സിന്റെ ഇളയത്. അപ്പൊ രത്തൻബായി 10 വർഷം അനുഭവിച്ച ദുഃഖങ്ങള് 1000 പേജിൽ വിവരിച്ചാലും തീരില്ല എന്ന് പറഞ്ഞ് ഇത് കേരളക്കരയെ അറിയിക്കുന്നത് ഭാസ്കരൻ നായർ അജയൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ്. അപ്പോ ഇതൊക്കെ ഇവിടെ തുറന്നു പറയാനും ഈ യാഥാർത്ഥ്യം അറിയുന്ന ആളുകളുമൊക്കെ ധൈര്യമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ കമലാ സുരയ്യയെ മതം മാറ്റിയതിന്റെ പേരിൽ കോടികൾ തട്ടിയതും പാരലായിട്ട് ഒരുപാട് ആളുകളെ മതം മാറ്റി ഏറ്റവും ഒടുവിൽ അഖിലയെ ഹാദിയയാക്കി മാറ്റി ആ അമ്മയിൽ നിന്നും അടർത്തിയെടുത്ത് ആ അമ്മയെ ഉരുകി 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 മരിക്കാനിടയാക്കുകയും ഒടുവിൽ മരണാനന്തര കർമ്മത്തിന് പോലും ഒരു മകളില്ലെന്നു മാത്രമല്ല ഒരു നോക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ തനിക്ക് ജന്മം നൽകിയ മാതാവിനെ അവസാനമായിട്ടൊന്ന് കാണാനോ പോലും ആ കൊച്ചിന് കഴിയാതെ പോയി. ഇനി ആ കൊച്ച് ജീവിച്ചിരിക്കുന്ന കാലമത്രയും അത് ഉരുകേണ്ടി വരും. എപ്പോഴാണെന്നറിയാമോ? ഇവരുടെ ഈ കള്ളത്തരങ്ങളും ഈ ലവ് ജിഹാദുകളും ഈ മതത്തിന്റെ പൊള്ളത്തരങ്ങളും മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യവും ഒക്കെ മനസ്സിലായി കഴിയുമ്പോൾ അത് തന്നെ രംഗത്ത് വരും. ഒരല്പം സമയം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനാ പുറത്ത് താഴെ ഇട്ടത്. അപ്പൊ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത്. നിരീക്ഷണം പോയോ? ഓക്കെ.